Q Developers ഉപ്പും മുളകും. അച്ഛാ അച്ഛാ അച്ഛൻ്റെ ഒതുക്കി പറക്കണോ? ഞങ്ങളോട് സഹായിക്കട്ടാ. അയ്യാ സഹായിച്ചിട്ട് നിന്നിട്ട് അടിച്ചോണ്ട് പോകാനല്ലേ വാ പോച്ചോടുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്യും. നീ ചെയ്യൂടാ. വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ഇതിന്റെ വിശ്വാസം ഇല്ല. നമുക്ക് പോവാം. എടി നമുക്കിവിടെ ചുമ്മാ ഇരിക്കാടി. ചുമ്മാ ഇരിക്കണ്ടേടി. കണ്ണു തപ്പി അടിച്ചോണ്ട് പോകും. പോറാ അവിടുന്ന്. അച്ഛാ വെറുതെ എന്റെ മോളിൽ ഇങ്ങനെ കുറ്റം പഴിച്ചാലേ. കുറ്റം പഴിയായിരുന്നു. ഈ വാക്കൊക്കെ എവിടെ നിന്നാ പഠിച്ചത്? അച്ഛനടുത്തു തന്നെ. അയ്യാ അടേ ഒരു ഇൻസുലേഷൻ ടൈപ്പ് കാണാനില്ല. ഞാൻ നോക്കും. കണ്ടില്ലെങ്കിൽ രണ്ടെണ്ണം ശരിയാക്കും ഞാൻ. ബാല നീ ഒന്നും കഴിക്കണില്ലേ? മാമി ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കിട്ട്. ഓ അടുക്കി പറക്കി വെച്ചിട്ട് എന്തോ ചെയ്യാനാ? പിന്നെയും നീ തന്നെ എല്ലാം നിരത്തിയിടും. നീ ഈ പണിയിലേക്ക് എങ്ങനെ തിരിഞ്ഞത്? വാസനയോ? പണ്ട് നെയ്യാറ്റിങ്ങനെ റേഡിയോ വന്ന സമയത്ത് ഞാൻ സോപ്പ് ബോട്ടിൽ റേഡിയോ ഉണ്ടാക്കി തെങ്ങിൽ വെച്ച് കെട്ടി നാട്ടുകാരെ മൊത്തം വാർത്ത കേൾപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ വേറെ ആരും ചെയ്തിട്ടുണ്ടല്ലോ. മുൻ ISRO ഡയറക്ടർ മാധവൻ നായർ സാറ്. അച്ഛനാ സംഭവം ചുരണ്ടിയതാണോ അച്ഛാ? ഈ മാധവൻ നായർ സാറേ നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും? എടി ഒരു ദൂരെ കൂടെ ഉള്ളൊരു ബന്ധുവാണ്. ബന്ധം ഉണ്ടാക്കിയെടുക്കണ്ട വരും. ഇതാണ് കുഴപ്പം. ഞാൻ എന്ത് പറഞ്ഞാലും നീരും വിശ്വസിക്കൂല, പിള്ളേരും വിശ്വസിക്കൂല. അവരും തലയെടുത്ത് വരികയല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. നീ വാ വല്ലതും കഴിക്കാം. ഇനിയിപ്പോ പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കോ? ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോവാൻ പോരടെ. അച്ഛൻ എവിടെ പോയാലും പുറകെ അമ്മൂമ്മ ഉണ്ടാവും. എന്നെ കൊണ്ടേ പോകൂളാ. തന്നെ എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? ഈ പെണ്ണിനൊരു അടുക്ക ചിട്ടയില്ല. എന്തോന്ന് മാമി പിറുപിറുക്കണേ? ഓ എന്ത് നല്ലൊരു അടുക്കളയാടായത്. അതൊന്ന് വീറും വൃത്തിയായിട്ടൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ എന്താ? കണ്ടില്ലേ വലിച്ചു വാരി ഇട്ടിരിക്കുന്നേ? മാമി ഇത് കൊച്ചിലെ മുതലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് വളർത്തു ദോഷമല്ല. എന്തെന്ന് പറയാ, ഞാൻ കൊച്ചിലെ എല്ലാം പഠിപ്പിച്ചു തന്നെ അവളെ ഇങ്ങോട്ട് വിട്ടത്. കല്യാണത്തിന് ശേഷം അവൾ താളം തെറ്റിയത്. ആരെന്റെ? നിന്റെ അല്ല, അവിടെ. അല്ല ഈ കല്യാണത്തിന് ശേഷമാണ് അവക്ക് കുറച്ച് തലയ്ക്ക് വെളിവെന്നാണ് നാട്ടുകാർ പറയണത്, അല്ല പരിചയക്കാർ പറയണതേ. ആണോ? പരിചയക്കാരെ അവളെ പറ്റി മാത്രമല്ല നിന്നെ പറ്റിയും കുറേയും പറഞ്ഞു. ഈ പരിചയക്കാർ കാരനാടാ ഞങ്ങൾ ഈ ബന്ധം എതിർത്ത് തന്നെ. ഓരോരുത്തർ ഈ ബന്ധം നടക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ വീട്ടിൽ കയറി വന്ന് പറഞ്ഞു ഈ ബന്ധം നടത്തരുത്, ശരിയാവത്തില്ല എന്ന്. അങ്ങ് തിരുവനന്തപുരത്ത് വന്നേ ആൾക്കാർ വന്ന് പറഞ്ഞു, ഒരു കാലത്ത് നടത്തല്ലേ എൻ്റെ ചേട്ടാ ചേച്ചി, നിങ്ങൾക്ക് ഇത് ശരിയാവത്തില്ല എന്ന്. എന്താ നീ ചിരിക്കുന്നേ? മാമി ഇത് അവരുടെ അടുത്ത് അസൂയുള്ള ആൾക്കാരാണ് വന്നത്. അവർക്ക് നല്ലൊരു ജീവിതം കിട്ടണം, ഇഷ്ടപ്പെടില്ല, നല്ലൊരു ഭർത്താവ് കിട്ടുന്നത്. അസൂയ 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 അസൂയ. നല്ല ജീവിതമാണോ നരക ജീവിതമാണോന്ന് കാലം തെളിയിച്ചല്ലോ. അതെ, കാലം ഇനിയും കിടക്കുകയാണ്. ഓരോ സംഭവങ്ങൾ തെളിയാൻ കിടക്കണേ ഉള്ളൂ. അപ്പൊ ഇതേ സംസാരം മാമി സംസാരിക്കണം, മാറ്റി പറയരുത്. എന്തോ നോക്കാം, ഇനി എത്ര കാലത്തേക്ക് നോക്കാൻ? ഓ എടാ ഞാൻ അത്ര പെട്ടെന്നൊന്നും അങ്ങ് പോകത്തൊന്നുമില്ല. എനിക്ക് 90 വയസ്സിൽ കൂടുതൽ ആയുസുണ്ട്, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ പ്രതീക്ഷയും പോയി. എന്തോന്ന് പ്രതീക്ഷ? അപ്പൊ ഞാൻ പെട്ടെന്ന് തട്ടിപ്പോണമെന്നായിരുന്നു എൻ്റെ വിചാരം. നീ ചില സമയത്ത് പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിൽ കൊള്ളുന്നുണ്ട് കേട്ടോ. അമ്മായി എന്ന് പറഞ്ഞാലേ അമ്മയ്ക്ക് തുല്യ. അമ്മയ്ക്ക് തുല്യന്ന് മജിമോനെന്ന് പറഞ്ഞാലേ മോന് തുല്യ. ആണോ? ഓ വെള്ളം വേണ്ടേടാ? വെള്ളം കുടിപ്പിച്ചല്ലേ മതി. ഞാൻ കൊണ്ടേക്ക് ഒരു ഗ്ലാസ് കുടിച്ചോണ്ട് പോടാ. എന്റെ പൊന്നമ്മൂ നോക്കിയേ, ഈ ചെറുമോൻ വളർന്ന് പന്തലിച്ച് കല്യാണ പ്രായം നിൽക്കുക. ഇത്രയായിട്ട് നിങ്ങൾ രണ്ടുപേരുടെ അടി വരുന്നില്ലേ? അതിപ്പോഴൊന്നും തീരത്തില്ലടാ. നീ കല്യാണക്കാരി മാത്രം പറയല്ലേ എന്റെ പൊന്നുമോനെ. നിന്റെ കല്യാണം സ്വപ്നം കണ്ടതിന്റെ ഷോക്ക് ഇതുവരെ തീർന്നിട്ടില്ല എനിക്ക്. അതോർത്തമ്മ മേടിക്കണ്ട, കല്യാണം കഴിച്ച ഉടനെ പെണ്ണിനും കുട്ടി പടവലത്തോട്ട് വരും. വേണ്ട വേണ്ട വേണ്ട, അങ്ങോട്ടൊന്നും വരണ്ട. ഞങ്ങള് പറയുന്ന പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. അത് പിന്നെ അത്രയല്ലേ ഉള്ളൂ ഭവാനിയമ്മ. വെള്ളം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നേരത്തെ വെള്ളം എടുത്തോണ്ട് പോണോന്ന്. തിന്ന് മതിയോ? ഓ എന്റെ ഈ ചെറുക്കൻ്റെ കാര്യം ദൈവമേ, ഇത്ര ഇതായിട്ട് എന്റെ കൊച്ചുകളി മാറിയിട്ടില്ല. പടവലത്തെ അമ്മൂമ്മ തിരിച്ചു പോകുമ്പോ ഞാനും കൂടെ പോയി. ഞാനും വരട്ടെ? അച്ഛനും അമ്മയും ഇല്ലാതെ നിന്നെ പടവലത്തുകൊണ്ടുപോകുന്നത് ഭയങ്കര റിസ്ക്കാ. ഒന്നാമത് നീ തീരെ പൊടിയല്ലേ. നിന്നെ പടവലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നീ എങ്ങോട്ടെങ്കിലും പോകും. അതുകൊണ്ട് ഞാൻ ആദ്യം പടവലത്ത് പോവാം. അപ്പോൾ നീ ഇവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ആരെങ്കിലും കൂട്ടി അവരങ്ങോട്ട് വിട്ടോളൂ. ഞാൻ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അത് കറക്റ്റ്. 8 ദിവസം നീ എവിടെ, ഞാൻ ഇവിടെ അകപ്പെടും, അത്ര തന്നെ. എടി ബി പോസിറ്റീവ്. അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ പ്ലാനിങ്? ഞാൻ ശരിയാക്കി തരാട്ടാ. ചേട്ടനെല്ലാം ഒളിഞ്ഞെന്ന് കേട്ടടാ. ചേട്ടാ ചതിക്കല്ലേ, നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ദോഷം വരാത്ത രീതിയിലല്ലേ ഞങ്ങൾ ചെയ്തേ.
പ്ലാൻ ശരിയാണ്. അതെ, ഞങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു വിധത്തിലും ദോഷം വരാത്ത രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ പാര പണിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത് തമാശക്കല്ലേ, ചുമ്മാ ചെയ്തതാ. നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കണൊക്കെ തമാശയാ. ചേട്ടാ നമ്മളൊക്കെ ഒന്നല്ലേ അല്ലേ? എടാ മക്കളെ, അച്ഛൻ എന്തിയേ? അച്ഛനച്ഛൻ്റെ വർക്ക്ഷോപ്പിലില്ലേ? അവിടെ ഒന്നും ഇല്ല. അല്ല അമ്മൂമ്മ എന്തിനു അച്ഛനെ തിരക്കണേ? ചുമ്മാ വെറുതെ ഇരുന്ന് അടി ഉണ്ടാക്കാനല്ല അമ്മമ്മ. അത് ശരിയാ. അല്ല അമ്മൂമ്മയ്ക്ക് ഒരു ദിവസം അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കിയില്ലെങ്കിൽ ഉറക്കം പറ്റില്ല. ആ അതൊരു ലഹരിയായി പോയിടാ. പോ പിള്ളേരെ, ആവശ്യമില്ലാത്ത പറയാതെ. ഞങ്ങൾ ഉള്ളാരും തന്നെ പറഞ്ഞത്. ആഹാ, കഴിഞ്ഞ ജന്മത്തിൽ അമ്മൂമ്മയും അച്ഛനും തമ്മിൽ ഭയങ്കര തല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ. അതുകൊണ്ടാണ് അവർ ഈ ജന്മത്തിലും പിന്നെയും പുനർജന്മം എടുത്ത് അടി ഉണ്ടാക്കാൻ വന്നത്. ഈ ജന്മത്തിലെങ്കിലും നിങ്ങളുടെ ശത്രുത ഒന്ന് തീർക്കണം, എന്നാലേ അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഈ പോകുവാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരു ശത്രുക്കൾ തന്നെ ആയിരിക്കും. ചിലപ്പോ അടുത്ത ജന്മം അമ്മൂമ്മയുടെ സ്വന്തം മോനായിട്ടായിരിക്കും അച്ഛൻ ജനിക്കുക, പറയാൻ പറ്റില്ല. അയ്യോ എന്റെ ഈശ്വര, അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത ജന്മേ വേണ്ട, ഞാൻ പോണേ. ഇതൊന്നൊക്കെയാ പറയണത്. എടാ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണോ നമ്മുടെ സഹോദരങ്ങള്? ഇതൊന്നടി, അല്ല കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണോ നമ്മുടെ സഹോദരങ്ങളെന്ന്. ഈ ശത്രുക്കൾ എന്താ ചെയ്യാൻ പോണെന്ന് നീ കണ്ടോട്ടാ. നിന്റെ ഒക്കെ പ്ലാനിങ് ഒന്ന് പൊളിച്ച് തന്നെ വാങ്ങി. ചേട്ടാ പോയില്ലേ? ഓ എന്തൊടി വെറുതെ പറയാൻ പോയത്. എന്ത് അറിയാതെ പറഞ്ഞതാ, ശ്വാസം കൊണ്ട് പറയുന്ന. എടാ മാല, നീ എവിടെ പോയടാ? ഞാൻ റോഡിൽ ഒരാളെ കാണാൻ വേണ്ടി പോയത്. പെട്ടപാടെ നിന്നെ കാണില്ലല്ലോ, നീ എവിടാ ഈ ഓടുന്നേ? ഞാൻ എവിടെ പോയാലും തിരിച്ച് വീട്ടിൽ തന്നെ വരും മാമി. അതെനിക്കറിയാം, കൈ കുറെ കാശുണ്ടായിരുന്ന നീ ലോകം മുഴുവൻ കറങ്ങിയേനെ, പെണ്ണുമ്പിള്ളേം പിള്ളേരെ മറന്ന്. അയ്യോ എനിക്കെന്തിന്, ഞാൻ എന്തിനു ലോകം മുഴുവൻ കറങ്ങണത്? കാശിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരത്തെ ഒരു തുണ്ട് ഭൂമി വിറ്റാൽ ഈ ജമ്മ മൂക്ക കറങ്ങിക്കൊണ്ടേ കിടക്കാം. പിന്നെ മക്കളെയും ഭാര്യയും മറന്ന് കറങ്ങണത് ഏർപ്പെടാൻ നമ്മളെ കുടുംബത്തിലില്ല, അത് മാമിയുടെ കുടുംബത്തിലേ ഉള്ളൂ. എന്താടാ മാല നീ അങ്ങനെ പറഞ്ഞേ? ഓ തുടങ്ങി ഗീരി മാമു. എടാ ഞങ്ങളെ നല്ല ഒന്നാന്തരം കുടുംബക്കാരാ. നീ ഹരിപ്പാട് വന്ന് എന്റെ കുടുംബത്തെ പറ്റി ശരിക്കും ഒന്ന് അന്വേഷിച്ചു നോക്ക്. ശരിക്കും അന്വേഷിച്ച് നോക്കിയില്ല, ചെറുതായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴേ മതിയായി. നീ അങ്ങനെ അങ്ങ് പറഞ്ഞു ഒഴിഞ്ഞു മാറുമൊന്നും വേണ്ട. ഡാ നീലുവിനെ നിനക്ക് കെട്ടിച്ചേരുന്നതിന് മുമ്പേ ഞങ്ങൾ നെയ്യാറ്റിൻകര വന്നൊന്ന് അന്വേഷിച്ചു. എന്റെ പൊന്നോ, അവിടെയുള്ള ആൾക്കാർ പറയുന്ന കേട്ടാ ദൈവം തമ്പുരാൻ പോലും സഹിക്കില്ല. അത്രയ്ക്ക് പോരാട്ടാ നിന്നെ പറ്റി പറഞ്ഞത്. അതെ, എന്റെ കുടുംബക്കാരെ കുറച്ച് ചട്ടമ്പികളൊക്കെയാണ്, സമ്മതിച്ച്. പക്ഷെ കണ്ടവന്റെ വസ്തു ഒന്ന് വെട്ടിപ്പിടിച്ച് വാങ്ങിച്ച് വലിയ പണക്കാരൊന്നും ആയിട്ടില്ല. ഞങ്ങൾ അത്തരക്കാരാണെന്നോ നീ പറയുന്നേ? ഞാൻ പറഞ്ഞല്ല, നാട്ടുകാർ പറയണത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏത് നാട്ടുകാരാണ് അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞു നിനക്ക് എന്റെ മുമ്പിൽ ഒന്ന് വിളിച്ചു കൊണ്ടുവന്ന് തരാമോ? ഇതുകൊള്ള ഇപ്പൊ ഹരിപ്പാടുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് എന്റെ മുമ്പ് കൊണ്ട് നിർത്താൻ പറ്റും മാമീര? ഇത് പറഞ്ഞു പറഞ്ഞുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഹരിപ്പാട് സ്റ്റേജിന് മാമീര തിരുവാതിര വയ്ക്കാം. അപ്പൊ ആൾക്കാർ കാണാൻ വരുമ്പോ ഞാൻ ചൂണ്ടി കാണിച്ചു അവനാ പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ നെയ്യാറ്റിൻകരയിൽ നമുക്കൊരു പരിപാടി നടത്താം, നിന്റെ കഥകളി. അപ്പോഴും ആൾക്കാർ വരുമല്ലോ. അപ്പൊ നിന്നെ പറ്റി പറഞ്ഞവരെല്ലാം ഞാനും വിളിച്ചു കാണിച്ചു തരാം, ഓരോരുത്തരും ഇങ്ങനെ ഒന്നാ ഇതാന്ന് പറഞ്ഞു. അത് കൊള്ളാം. അപ്പൊ രണ്ട് കുടുംബത്തെ പറ്റി ഞങ്ങൾക്ക് അറിയാലോ. വേണമെങ്കിൽ രണ്ട് സ്റ്റേജിൽ എന്റെ ഓരോ ഡാൻസ് പെർഫോമൻസ് വെക്കാം. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ചീത്തപ്പേര് ഉറപ്പിച്ച് കിട്ടും. എന്തോന്നിടയത് ജോലിയാനും സമ്മതിക്കൂല, പറയാണെന്ന് കുത്തി 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 സംസാരിച്ചോണ്ട് പറഞ്ഞത്. വേറെ പണിയില്ലേ അങ്ങോട്ട്? എന്തൊക്കെയാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അമ്മൂമ്മ ഡാൻസ് കളിക്കുന്ന ആലോചിച്ചു. വയറും വിശക്കണ്, ഒന്നും ആയില്ലേ? വരുന്നേ. കഴിച്ചാ മുടിയും കഴിച്ചാ? മുടിയും ചേട്ടൻ ദോശ കഴിച്ചു, ചേട്ടന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. കറിയൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ മോനെ. എന്നിവിടെ അങ്ങനെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് ഇട്ട് കൊടുക്കും, ഒന്നും വച്ചിരൂല, ഭയങ്കര മടിയാണ്. മടി അല്ലെങ്കിൽ അവൾക്ക് ഇത്തിരി കൂടുതലാണ്. നല്ല മീൻകറിയാണെന്നും പറഞ്ഞ് എന്തോ വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരാം. അച്ഛൻ ഇപ്പോഴാണ് ഫുഡ് കഴിക്കണേ? ഇപ്പോഴേ സമയം കിട്ടിയോളേ. ചൂടുവെള്ളാണ് ഇത്. മീൻകറിയാണെന്നാ പറഞ്ഞ, മീന്റെ രുചിയൊന്നുമില്ല. മാമി ഇത് പറഞ്ഞല്ലേ, ഞാനായിട്ടാ ഇത് പറയണം. അവളെന്നെ എന്തൊക്കെ പറയുന്നില്ല അല്ലടേ. അപ്പൊ അച്ഛനല്ലേ ഇടയ്ക്കിടയ്ക്ക് പൊഴുത്തി പറയാറുള്ള അടിപൊളി മീൻകറിയാണോ മേഡന്ന്? അയ്യോ അങ്ങനെ പറഞ്ഞെങ്ങനെ കൊന്നുകളയൂലേ? എന്തെങ്കിലും തന്നെ പട്ടിയെ പോയി കഴിച്ചോണ്ട് ഞാൻ പോകും. അത് ശരിയാ, അമ്മയുടെ ഫുഡ് വല്ല നമ്മൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാ തീർന്നു നമ്മുടെ കാര്യം. ഒരു ദിവസം ദോശയ്ക്ക് കറി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു അമ്മ ഇത് കൊള്ളില്ലാന്ന്. എന്നിട്ട് എന്നെ ഓടിച്ചിട്ട് അടിച്ചു. അച്ഛൻ കണ്ടില്ലേ? അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കണ കറിയൊക്കെ സൂപ്പറാ.
ആ സൂപ്പറാ. അന്ന് ബർത്ത്ഡേക്ക് അവിടെ വന്ന് അവിയലുണ്ടാക്കി, സാമ്പാർ പോലെ ഇരുന്നു. പിന്നെ ഞാനൊന്നും പറയാതിരുന്നതാ. ആ നമുക്ക് സാമ്പാർ വേണമെങ്കിൽ നമ്മൾ പറയും നീലു നീ അവിയൽ ഉണ്ടാക്കാന്ന് പറയും അല്ലേ, അപ്പൊ നമുക്ക് സാമ്പാർ കിട്ടും. നീ ആയതുകൊണ്ട് കൊള്ളാം. അവിടെ ഈ പിള്ളേരുടെ അപ്പൂപ്പനെ ചോറും കറിയും കൊടുക്കുമ്പോഴേ 2 കൂട്ടം കറി മതി. പക്ഷെ കൊടുക്കുന്ന കറിക്ക് രുചിയില്ലെങ്കിൽ എൻ്റെ പൊന്നു മോനെ, എന്നെ ഒരു നോട്ടോ ഞാൻ ദഹിച്ചു പോകും. ആ ഇവിടെ അതുപോലെ നോക്കിയാലേ ഈ 2 കണ്ണും ഇവിടെ കാണൂല, അവള് കുത്തി പൊട്ടിച്ചളായി. ചില സമയത്ത് അമ്മ അച്ഛനെ നോക്കുമ്പോ അച്ഛൻ ദഹിച്ചു പോയിണ്ടല്ലേ. പിന്നെ അവളങ്ങനെ നോക്കുമ്പോട്ടെ കണ്ണിലോട്ട് കൊടുക്കണോടാ. അടിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേ കിടന്ന് വിളിക്കുമല്ലോ, പിന്നെ അങ്ങനെ നീ അതൊന്നും കാര്യാക്കണ്ടടാ മോനെ. വരച്ച വരെ നിർത്തണം അവളെ. നിങ്ങൾ തലക്കറിന്ന് നിരങ്ങുന്നേ. ആ വരച്ച വരെ നിൽക്കുന്നുണ്ട്, പക്ഷെ വരയ്ക്കുന്ന അമ്മയാന്ന് മാത്രം. കേട്ടാ ഒരു വിലയില്ല ഈ വീട്ടിൽ, ഇതാണ് കാര്യം. നിങ്ങൾ പോ പിള്ളേരെ, അച്ഛൻ ഭക്ഷണം കഴിക്കട്ടെ. മോനെ കുറച്ച് ചോറും കൂടെ എടുത്തേ. മാമി കഴിച്ച ഞാൻ കഴിച്ചില്ല. ഞാൻ പോയി കഴിക്കണം സമയത്ത് നേരത്തും കാലത്ത് വല്ലതും കഴിക്കണം മാമി, ഗുളിയൊക്കെ കഴിക്കണില്ലേ, പോണം. ബാല ബാല, ആ നീ ഉറങ്ങുമായിരുന്നോ? അയ്യോ ഇല്ല മാമി, പണി കഴിയുമ്പോഴേ ഒരു 5 മിനിറ്റ് ഇടയ്ക്ക് കിടക്കും, അത് തന്നെ. ആ പകല് കുറച്ച് കിടക്കുന്നത് നല്ലതാ. എപ്പോഴും ഈ കാലും തൂക്കിയിട്ടോണ്ടിരിക്കുന്നുണ്ടാ കാലിൽ നീരിറങ്ങുന്നേ. അങ്ങനെ കിടക്കാൻ പറ്റുമോ മാമി, വർക്കില്ലേ, ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം നമ്മുടെ അവിടെ വന്നേക്ക്. നമ്മുടെ അവിടുത്തെ ആ കെട്ടിയ മന ഇല്ലത്തെ വൈദ്യൻ നമ്പൂരിയില്ലേ, നല്ല 1 തരം വൈദ്യനാ. അങ്ങേരുടെ മരുന്ന് കുറച്ച് ഒരാഴ്ചയെങ്കിലും കഴിച്ചാൽ മതി, ഈ നീരും വേദനയൊക്കെ പമ്പ കിടക്കും. അല്ലേ എന്നിട്ട് എന്ത് പറ്റി? അമ്മൂമ്മയുടെ മുട്ടുവേദനയ്ക്ക് ആ വൈദ്യന്റെ മരുന്ന് മേടിച്ചു കുടിക്കഴിഞ്ഞ്. എടാ ഇല്ലാത്ത വേദനയ്ക്ക് എന്തിനാടാ വരുന്നത്? ഈ പിള്ളേരൊരു വർത്താനം കേട്ടില്ലേ? നിന്റെയൊക്കെ വാ മൂടിക്കെട്ടേണ്ട സമയം കഴിഞ്ഞു. എന്നേ മുടി കെട്ടേണ്ട സമയം കഴിഞ്ഞു. വേണ്ട വെറുതെ മുടി വളർത്തിക്കൊണ്ടുണ്ടാക്കുന്നു. ആ ഇതിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് മുടിയൊന്ന് വെട്ടിക്കണ്ടാ മതിയായിരുന്നു. മാമി ഈ മുടി കാരണമായിരിക്കും നമ്മളെ കുടുംബം ഇങ്ങനെ മുടിഞ്ഞു പോണത്. ഒന്നുമല്ല. ഇനിയിപ്പോ കുറ്റം മൊത്തം ഈ മുടിയിലോട്ട് എടുത്തിട്ടാ മതിയല്ല. ഓ കുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എല്ലാം ഒന്ന് ശരിയാക്കുന്നുണ്ട് ഞാൻ. മാമി ഇവിടെ കുറച്ച് ദിവസം വന്ന് നിൽക്കണം. നീനുവിനെ കൊണ്ടൊന്നും ഈത്തങ്ങളെ ശരിയാക്കാൻ പറ്റൂല. ആദ്യം അവളെയാ നന്നാക്കേണ്ടത്. ഓഫീസ് ജോലിയും കഴിഞ്ഞ് വരട്ടെ, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആ കാര്യമായ കാര്യമാണ് ഇവിടുത്തെ പറയല്ലേ, അവർക്ക് ദേഷ്യം വരും. പിന്നെ അവിടെ ദേഷ്യമൊക്കെ ഞാൻ മാറ്റിക്കോളാം. ഇവിടെ വേണ്ട. എടാ അമ്മ ഒരു കാര്യം സംസാരിച്ചോണ്ട് കേട്ടില്ലടാ, വീട്ടിലാടാ. നിങ്ങളെങ്ങോട്ടും പോയില്ല, അമ്മ പറഞ്ഞോ? ദേ നാളെ മുതൽ വെളുപ്പിന് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പൊയ്ക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. സ്കൂൾ അടച്ചെന്നും പറഞ്ഞ് കളിച്ച് ഇരിച്ച് നടക്കുകയൊന്നും ചെയ്യരുത്. കുറച്ച് ഇരുന്ന് പഠിക്ക് നിങ്ങൾ. വൈകുന്നേരം നാമജപം വേണം. നീയേ 5:30 ആകുമ്പത്തേന് നിലവിളക്കൊക്കെ തേച്ച് വൃത്തിയാക്കി വെക്കണം കേട്ടോ. ആ വിഷ്ണു അവൻ മുങ്ങി, മുടിയുടെ കാര്യം പറഞ്ഞപ്പോ അവൻ മുങ്ങി. എടി അച്ഛനും അമ്മൂമ്മയും തമ്മിൽ ഒന്നായെന്ന തോട്ടുന്നു കേട്ടോ. നമുക്ക് പോരായ എന്തെന്നാണ് പിറൂർക്കുന്നേ? ഒന്നുമില്ല അമ്മൂമ്മേ. ആ പോ പോ പോ. പോടാ പോടാ. നിക്കുന്ന നിപ്പില്ല അമ്മൂമ്മയും അച്ഛനും കൂടെ ഒന്നാവുന്നേ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കടെ ദോഷം. ഇപ്പൊ തന്നെ നോക്കിയേ, നാളെ തൊട്ട് അമ്മൂമ്മ നമ്മളെ പിടികൂടും. അതൊരിക്കലും നടക്കാൻ പാടില്ല. ഡി നീ പെട്ടെന്ന് പോയാൽ മുടിഞ്ഞാലും വിളിച്ചോണ്ട് വന്നേ. ഞാൻ വിളിക്കുന്നെന്ന് പറയണം. ആ വേഗം പോ. ചേട്ടാ ചേട്ടനെന്തി വരണ്ട്. അല്ല നീ ഇപ്പൊ എന്തിന്റെ ചേട്ടനെ വിളിച്ചേ? അതൊക്കെ ഉണ്ട്, അത് ചേട്ടൻ വന്നിട്ട് പറയാം. ചേട്ടാ എന്തോ നടന്നു, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്റെ റൂമിൽ ഒന്ന് പറയാൻ പാടില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചു തന്നെ? ചേട്ടാ ഇത് ഈഗോ വർക്കൗട്ട് ചെയ്യേണ്ട സമയമല്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അച്ഛനും അമ്മൂമ്മയോട് അധികം ഒത്തുചേർന്ന് നമുക്കായിരിക്കും തലവേദന. അത് തലവേദനയാണ്. വേദനിക്കും, തല നല്ല പോലെ വേദനിക്കും. ഇങ്ങനെ മുടി വളർത്തിയാലേ തലയും വേദനിക്കും, മുടി ജടയും പിടിക്കും. മാമി എന്തോന്ന് പറയണേ? അവന് തലവേദനിക്കുന്നെന്ന്. മുടിയാ കാരണം ഞാൻ പറയായിരുന്നു. മാമി വെട്ടിക്കളയാൻ പറ, എന്ത് ചെലവാണോ ഞാൻ വായിക്കാം. മുടി വെട്ടി അവനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ മുടി വെട്ടിയ ചേട്ടനെ തല കാണാനായിട്ട് അടയ്ക്കാക്കൂടുകൊണ്ട് എത്ര ഉണ്ടാവുള്ളൂ. ചുമ്മാടി എന്റെ മനസ്സ് മാറി വരെയാണ്. ആരുടെ മനസ്സ് എപ്പോ മാറി? മാറൂടാ, നിന്റെ മനസ്സ് മാറൂടാ. മുടി വെട്ടാൻ ചെയ്യും. മാമി ഒരിക്കൽ ഞാൻ അവനെ മുടി വെട്ടാൻ വേണ്ടി കൈയോടെ പിടിച്ചാണ്, അവന്റെ തള്ള കയറി വട്ടം ചുറ്റി പിടിച്ചു, അവൻ രക്ഷപ്പെട്ട്. അവൾക്ക് വെച്ചിട്ടുണ്ട്, അവളിങ്ങ് വരട്ടെ. ഇല്ല മാമി ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാനും മാമിയെ അടുത്ത് എന്തെങ്കിലും അവളെ പറ്റി ദേഷ്യം പറഞ്ഞു തന്നെ അവൾ വിചാരിക്കുള്ളൂ. ഒന്നാമത് അവൾക്ക് ഇപ്പോൾ ദേഷ്യം കൂടുതലാണ്. പെറ്റ തള്ളയെന്നൊന്നും വിചാരിക്കുള്ളൂ, അവളെ വല്ലതൊക്കെ വിളിച്ച് പറയും. പിന്നെ നീ നോക്കിക്കോ, അവളെ കൊണ്ട് തന്നെ ഈ മുടിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കും. എന്റെ മോനെ ഞാനൊന്ന് പോയി കിടക്കട്ടെ. വിശ്രമിച്ചോ. എന്താ അടയ്ക്കാത്തല്ലേ, പൊടിച്ച് വളർത്തിക്കൊണ്ട് കിടക്കും. തലവേദന ആയാ? ഞാൻ പറഞ്ഞ അച്ഛനെ ഫോൺ എന്തി ഫോണ്ടാ അമ്മ വിളിക്കേ.
അമ്മേ ഞാനാ കേശു. പിന്നെ അമ്മ ഇവിടെ ആണെങ്കിലേ അച്ഛനും അമ്മൂമ്മയും തമ്മിൽ ഭയങ്കര ലോഹിത്തിലാ. അമ്മയെക്കുറിച്ചുള്ള സകലമായ കുറ്റങ്ങളും അച്ഛൻ അമ്മൂമ്മ എടുത്ത് പറഞ്ഞ് പൊരിപ്പിക്കുന്നുണ്ട്. അമ്മ ഇങ്ങ് ഓഫീസിൽ വിട്ട് വരുമ്പോൾ അമ്മൂമ്മ കത്തിക്കും കേട്ടോ, വിത്ത് അച്ഛൻ്റെ സപ്പോർട്ട്. മുടിയും ചേട്ടൻ്റെ മുടി വെട്ടുമെന്ന് പറഞ്ഞിരിക്കുമോ ഇപ്പം. ചേട്ടൻ നല്ല കരയുന്നു. ആ അമ്മേ, ഈ പ്രശ്നം സോൾവ് ആക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവർ തമ്മിലൊന്നും തെറ്റിയാൽ മതി. ആ ഓക്കെ ഓക്കെ. വേറെ ഏത് കോള് വരുന്നു എൻ്റെ ഇടയ്ക്ക്? ഒരു മിനിറ്റ് അമ്മ ഒന്ന് ഹോൾഡ് ചെയ്തേ. ചേട്ടാ വേറെ ഏത് കോള് വരുന്നു? കട്ട് ചെയ്തു. ആ അമ്മ, ആ ആ അവർ തമ്മിൽ എന്തെങ്കിലും തെറ്റാൻ വല്ല മാർഗമുണ്ടോ? അതുകൊള്ള നല്ല ഐഡിയ. ആ അമ്മ ഓക്കെ അമ്മ. ഓക്കെ ചെയ്യാം. ശരി അമ്മ. ഓക്കെ 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 ആയി. അമ്മ എന്ത് പറഞ്ഞു? അതൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് അമ്മ പറഞ്ഞ റൂട്ടിൽ കൂടെ പോകണം. ഓക്കെ അതല്ലേ ചോദിച്ചാൽ അമ്മ എന്ത് പറഞ്ഞെന്ന്? അമ്മയുടെ കാര്യം പറഞ്ഞു. അതൊക്കെ ഓക്കെ. നീ എൻ്റെ കൂടെ നിന്നാൽ മതി, ഞാൻ എല്ലാം ചെയ്തോളാം. ഓക്കെ ചേട്ടാ, എല്ലാവരും പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടന് കൂടെ നിൽക്കണം കേട്ടോ. കൂടെ നിൽക്കാം. എന്താണ് അച്ഛാ ഭയങ്കര വർക്കാണല്ലോ ഇന്ന്? അച്ഛാ നമുക്ക് 2-3 ദിവസത്തിനുള്ളില്ലേ പടവലത്ത് പോണേ? എന്ത് ഇത്ര അത്യാവശ്യം പടവലത്ത് പോവാൻ? അല്ല ഇപ്പൊ ചെന്നാ 2-3 മാങ്ങയെങ്കിലും കഴിക്കാം. അതെ കേശു, 2-3 വാങ്ങിയെങ്കിലും. പടവലത്തെ അപ്പൂപ്പൻ അവിടെയുള്ള മാങ്ങ ഫുള്ള് മതിച്ചു വിറ്റെന്നാ കേട്ടെ. ആ അതും 19,000 രൂപയ്ക്ക്. മാങ്ങ മതിച്ചു വിറ്റ്? ആര് പറഞ്ഞു? അല്ല അത് അമ്മ 2-3 ദിവസം മുമ്പ് പറയുന്നത് കേട്ടു. ഇതൊന്നും അമ്മൂമ്മ അച്ഛനടുത്ത് പറഞ്ഞില്ലേ? പന്ന കിളവി നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഈ കാര്യം പറഞ്ഞില്ല. അല്ലെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ പണ്ടേ അറിയാറില്ലല്ലോ. അച്ഛാ അച്ഛാ, ആ ചാനലിന്റെ കരയിലെയോ അല്ല ആ ചാനലിന്റെ 80 സെന്റ് ഇല്ലായിരുന്നു, അതിനകത്തൊരു മാങ്ങില്ലേ? മാവ് അതിനകത്ത് മാവ് പോയി. നിനക്ക് ചായ വേണോ? ചായയൊക്കെ വേണം. മാറ്, മാമിയടുത്തൊരു കാര്യം ചോദിക്കട്ടെ. എന്താടാ? മാങ്ങയൊക്കെ മതിച്ച് വിറ്റ? മാങ്ങയോ? ആ എനിക്കറിയില്ല. ഒരു ലോഡ് ചക്ക കൊടുത്തു. ബസ് അപ്പൊ ചക്കയും പോയാ? ഇതെല്ലാം കൂടെ നിന്നിട്ട് ആര് തിന്നാനാ? കൊടുത്തു, കുറച്ച് കാശും കിട്ടി. എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നേ? അല്ല ഈയിടെയായിട്ട് നമ്മൾ ശരിക്കുള്ള കാര്യങ്ങളൊന്നും അറിയാറില്ല. നിനക്ക് എന്തോ അറിയാനാടാ? നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടെ മാമനെ വിളിച്ചെന്ന് ചോദിച്ചാ. എന്തിന് എല്ലാം പോയില്ലേ, കൈവിട്ട് പോയി. എന്തിന് മാമനെ വിളിക്കണത്? എന്തോന്ന് പോയെന്ന്? നിങ്ങൾക്കുള്ളതെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. ആര് ചോദിച്ചാലും ഞാനും പറഞ്ഞ അത് തന്നെ, അവിടെ കിടക്കണം ഇവിടെ കിടക്കണം. ഇതുവരെ കൈക്കെത്തിയില്ല ഒന്നും. അച്ഛനും പടം ഇടുന്നു 90 വയസ്സ് കഴിഞ്ഞിട്ടേ പോകുന്നത് ഇരിക്കുന്നത് ഇവിടെ. എനിക്ക് അപ്പോൾ എഴുത്ത് ചോദിച്ചാവും. അപ്പോഴും പറയും അവിടെ കിടക്കണം ഇവിടെ കിടക്കണം അപ്പുറത്ത് കിടക്കണം. ഇതൊക്കെ ഇതിന്റെ അവസാനം ഇല്ലടാ കാച്ചു. ഓഹോ, നീ ഞങ്ങളുടെ അവസാനം കാണാൻ കാത്തിരിക്കുകയാണല്ലേ? മാമിയുടെ അവസാനമല്ല, വസ്തു എഴുതി തരാൻ പറയുമ്പോൾ ഇന്ന് തരാം, നാളെ തരാം, മറ്റൊന്ന് തരാം. ഇതിന്റെ ഒരു അവസാനമില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. നീ 2 അർത്ഥത്തിൽ സംസാരിക്കാൻ മിടുക്കനാണെന്ന് എനിക്കറിയാം. മാമി 4 അർത്ഥത്തിൽ സംസാരിക്കാൻ പിടിക്കുകയാണ്. പറയണ ഓരോ വാക്ക് ഇതുവഴിക്കാണ് കാരണം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മരുമോനെ. നീ പടവലത്തെ വസ്തു എഴുതി വാങ്ങിക്കാൻ കാണിക്കുന്ന ഉത്സാഹം നെയ്യാറ്റിങ്കരയിലെ വസ്തു എഴുതി വാങ്ങിക്കാൻ കാണിക്കാത്ത എന്താടാ? എന്തെങ്കിലും പറഞ്ഞ പിടിക്കണത് നീ എന്തിനാ പടവലത്തുകാരെ കറി പിടിക്കുന്നേ? എന്താ പോട്ടെ വിട്ട് പടി വിടുന്നു. എന്തോന്ന് വിടാൻ വേണ്ടി? അടുത്ത വെക്കേഷൻ കഴിയാറായി. കൊച്ചുങ്ങളാണെങ്കിൽ ഇന്നോ നാളെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് ആർക്കും ശ്രദ്ധയില്ല. നിങ്ങൾ എല്ലാവരും കൂടെ വലിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വസ്തു ആർക്കും കൊടുക്കാതെ കുട്ടൂസനുണ്ടാകിനും കൂടെ നിധിയാക്കണ ഭൂതം പോലെ. അവിടെ നിന്ന് വരട്ടെ. ആരെ? എന്റെ മോളോ? അവളെ ഒന്നും പറയാനൊക്കത്തില്ല. അവള് രാപകലില്ലാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതാ. അയ്യോ ഞാനും കഷ്ടപ്പെടാ തന്നെ, പക്ഷെ എനിക്ക് വേണ്ടി മൈക്കിൽ അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കാൻ ആരുമില്ല. നീ കഷ്ടപ്പെടുന്നോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ നിന്നാ ഞാൻ വല്ലം വിളിച്ച് പറഞ്ഞു. ഞാൻ പോണേ. എടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. നില്ലടാ അവിടെ. കണ്ടോ കാര്യം പറഞ്ഞപ്പോ നിങ്ങളുടെ അച്ഛൻ ഓടുന്ന ഓട്ടം കണ്ടോ? എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവൻ ഓട്ടോ പണ്ടേ ഉള്ളതാ അത്. എങ്ങനെയുണ്ട് അമ്മ പറഞ്ഞത് നമുക്ക് ഐഡിയ? ഈ വസ്തുക്കളല്ലേ ഇങ്ങനെ കിടക്കുന്ന കാലം വരെയും അമ്മൂമ്മയും അച്ഛനും തമ്മിൽ ചേരൂല. അത് കറക്റ്റാ. എന്താ ചെയ്യുന്നേ? ഈ കിളവിക്ക് 90 വയസ്സാണ്. ഏതാണ്ടിലടേ അതുവരെ നമുക്ക് കഷ്ടപ്പാടിനല്ലേ ഇത് ചെയ്യുന്നു.